അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് താമസിക്കുന്ന ഹോട്ടലിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി പുറത്തേക്ക് പോകാൻ പോവാണ്. ഇത് രാവിലെയുള്ള കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പ്ലാനിംഗ് എന്ന് വെച്ചാൽ കോലാലംപൂർ സിറ്റിയിലെ പ്രധാനപ്പെട്ട ഷോപ്പിങ്സും അതേപോലെ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് KLCC ടവറാണ്, അതായത് നമ്മുടെ ടിൻ ടവറിൻ്റെ തൊട്ട് താഴെയുള്ള ഷോപ്പിംഗ് മാളാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാ ബ്രാൻഡ്സും ലോകോത്തര ബ്രാൻഡ്സുകളെല്ലാം ഇവിടെ ഉണ്ട്. സ്ലൈറ്റ്ലി നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റഫ്സ് മാത്രമാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. അപ്പം നമുക്കിവിടെയൊക്കെ മൊത്തത്തിലൊന്ന് കണ്ടിട്ട് കോലാലംപൂരിലെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് പെറ്റലിംഗ് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് പെറ്റലിംഗ് മാർക്കറ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ ചൈനീസ് മാർക്കറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ചൈന സ്ട്രീറ്റിലോട്ട് നേരെ നമുക്ക് പോവാം. ഇതാണ് കേട്ടോ ചൈനീസ് മാർക്കറ്റ് വരുന്നത്. അത് പെറ്റലിംഗ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ എൻട്രി പോയിൻ്റാണ്. നമുക്ക് നേരെ അതിന് അകത്തോട്ട് കയറിയിട്ട് അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ കാണുന്ന അലീസ് മൊത്തം ഷോപ്സാണ്, എല്ലാം ഫേക്ക് സാധനങ്ങളാണ്. മീൻസ് ഫേക്ക് സാധനങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ ലോകോത്തര കമ്പനികളുടെയും ബാഗ്സും ഷൂസും അതേപോലെ ഡ്രസ്സ് ഐറ്റംസും എല്ലാം ഈ ചൈനയിൽ നിന്ന് വരുന്ന സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങളാണ് മൊത്തം. അപ്പോൾ നമുക്കിത് അത്യാവശ്യം നല്ല ചീപ്പ് റേറ്റിന് വരുന്നത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമല്ല ഉള്ളത്, ഇവിടെ ഫുഡ് ഐറ്റംസും ഉണ്ട്. ചൈനീസ് മോഡലുള്ള ഫുഡ് ഐറ്റംസും അതേപോലെ തന്നെ നമുക്ക് കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളും മിഠായികളും എല്ലാം വാങ്ങാൻ പറ്റും. അപ്പം പ്രധാനമായിട്ടും മലേഷ്യ വിസിറ്റ് ചെയ്യാൻ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഈ പെറ്റലിംഗ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ വരേണ്ട ഒരു ഭാഗമാണ് പെറ്റലിംഗ് മാർക്കറ്റ്. ഇവിടെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ പിക്ക് പോക്കറ്റിംഗ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് തന്നെ പ്ലാൻ ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെയൊക്കെ മൊത്തത്തിൽ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിതേ ഒരു ജ്യൂസ് കട കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ജ്യൂസ് ഒന്ന് ഓർഡർ ചെയ്യാം. ഞാനൊരു മാംഗോ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. ഒരു മാംഗോ ജ്യൂസിന് 5 മലേഷ്യൻ റിങ്കറ്റ്സ് ആണ്. 5 മലേഷ്യൻ റിങ്കറ്റ്സ് എന്ന് പറയുന്നത് ഏകദേശം 100 രൂപയായി. നമ്മുടെ നാട്ടിൽ ഏകദേശം 80 രൂപ 100 രൂപ തന്നെയാണല്ലോ റേഞ്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് വീണ്ടും ഒന്ന് മാർക്കറ്റിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. ഒരുപാട് ഷോപ്പുകളാണ് കേട്ടോ. നമ്മുടെ സൺഡേ നൈറ്റ് മാർക്കറ്റ് പോലുള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവർ പറയുന്ന റേറ്റിനൊന്നും സാധനങ്ങൾ വാങ്ങരുത്, ബാർഗെയിൻ ചെയ്ത് അത്യാവശ്യം നല്ല റേറ്റിന് വാങ്ങുക. നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കിയിട്ട് അത് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ വാങ്ങാവൂ. ഇവിടെ എല്ലാം ഫുഡിൻ്റെ കുറേ സ്ട്രീറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഇതിൻ്റെ റെസ്റ്റോറൻറ്റുകൾ. അപ്പോൾ അവർ നമ്മളിങ്ങനെ വിളിക്കും, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും വിളിക്കും. അപ്പോൾ നമുക്ക് മലേഷ്യൻ്റെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഡിഷസ് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഞാൻ നാസിക് ലമക് കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്, പക്ഷേ അത് മോർണിംഗിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ആ സാധനം ഇനിയിപ്പോൾ എന്തായാലും നാളത്തേക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള എന്തെങ്കിലും ഒരു സാധനം ഏതെങ്കിലും മലേഷ്യൻ റെസ്റ്റോറൻറ്റിൽ കയറി ഓർഡർ ചെയ്യാം. ഞാനിതിന് മലേഷ്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് വിത്ത് എന്തൊക്കെയോ സാധനങ്ങൾ ആഡ് ചെയ്തൊരു സാധനമാണ്. അതിൻ്റെ കൂടെ ഞാനൊരു ജ്യൂസും പറഞ്ഞിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇതിനകത്ത് പ്രോൺസ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാനൊരു മാംഗോ ജ്യൂസ് കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് കേട്ടോ. ഇപ്പോൾ പെറ്റലിംഗ് മാർക്കറ്റിൽ നിന്നൊക്കെ ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തൊട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്തുള്ളൊരു ഏരിയയാണ്. അപ്പോൾ നമുക്കിനി കോലാലംപൂരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനായിട്ട് ഒന്നിൽ നമുക്ക് ബസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മെട്രോയാണ് പറ്റുന്നത്. ഇതാണ് മെട്രോ ട്രെയിൻ വരുന്നത്. നമുക്ക് മെട്രോ ട്രെയിനകത്ത് ഒന്നിൽ നമുക്ക് കാർഡ് അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ എയർപോർട്ടിൽ വരുമ്പോഴത്തേക്ക് കാർഡ് എടുത്തിട്ട് വരണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കോയിൻ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് കോയിനാക്കി എടുത്തതിന് ശേഷം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. കോലാലംപൂരിൽ നമുക്ക് എവിടെ പോകാനും മെട്രോയാണ് യൂബറും ടാക്സിയും വിളിക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി നമുക്ക് വേഗത്തിൽ പോകാൻ പറ്റും. കാരണം ഫുള്ളി ബ്ലോക്കുള്ളൊരു ഏരിയയാണ് കോലാലംപൂർ സിറ്റി. അപ്പോൾ നമുക്ക് കോലാലംപൂരിൽ പോകുന്നതിന് ഈ പറഞ്ഞ നമ്മുടെ ATM കാർഡുകളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് എടുക്കത്തില്ല. ഇവരുടെ തന്നെ മെട്രോയിൽ എടുക്കാൻ പറ്റുന്ന കാർഡുകൾ നമ്മൾ ഒന്നീ എയർപോർട്ടിൽ നിന്ന് എടുത്തിട്ട് വരണം,
അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നതിന് ശേഷം നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം ലിമിറ്റിനകത്ത് മാത്രമേ നമുക്ക് ഈ ട്രാവൽ കാർഡുകൾ ഇവർ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ഫുഡിന് വേണ്ടി ഞാൻ വെളിയിലോട്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ബർഗർ ഉണ്ടാക്കുന്ന ഒരു തട്ടുകട കണ്ടു. അപ്പം ഇതിന് അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട്. 5 റിങ്കറ്റ് മാത്രമേ ഉള്ളൂ. 5 റിങ്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 100 രൂപ. നേരത്തെ പറഞ്ഞ പോലെ അത് ബീഫും ചിക്കനും അവൈലബിൾ ആണ്. ഞാൻ ചിക്കനാണ് പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. മലേഷ്യയുടെ ആൾക്കാർക്കുള്ള ഈവനിങ്ങിലുള്ള അവരുടെ വിനോദങ്ങളാണ് കേട്ടോ ഇങ്ങനെയുള്ള ഈ പാട്ടും ഡാൻസും ഇതേപോലുള്ള ഗെയിംസും കാര്യങ്ങളെല്ലാം ഇവരുടെ ഒരു വിനോദമാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.